കേരളത്തിലെ എന്ത് വിഷയമുണ്ടായാലും നാലും കൂടിയ നാൽക്കവലകളിൽ 4 മുളം നീളമുള്ള നാക്കുമായി വലിയ വർത്തമാനം പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ബി.ജെ.പിക്ക് ഒരു വളർന്നു വരുന്ന ഒരു നേതാവുണ്ട്, അദീന ഭാരതി എന്ന് പറയുന്നത്. നാട്ടിലുള്ള ആളുകൾ മുഴുവൻ തെറി വിളിക്കുന്ന ഈ പെൺകുട്ടി അദീനയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇവിടുത്തെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ നവ്യ ഹരിദാസ് ഈ വിഷയത്തിൽ മറുപടി പറയണം. ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം. ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന, അല്ലെങ്കിൽ ചില ചാനലുകളുടെ മൈക്ക് കണ്ടാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ പുലഭ്യം പറയുന്ന അദീന ഭാരതി എന്ന് പറയുന്ന അവരുടെ പെൺകുട്ടിയുണ്ട്. ഈ വിഷയത്തിൽ അവൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരം ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരുടെ സ്ത്രീപക്ഷ നിലപാടും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ഇരട്ടത്താപ്പാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. കാരണം ഇത് ഇന്ന് തിരുവനന്തപുരത്തെ മംഗലപുരത്തെ ഒരു സ്ത്രീക്കാണ് ഉണ്ടായതെങ്കിൽ നാളെ മറ്റാർക്കും ഉണ്ടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ബി.ജെ.പി നേതാക്കന്മാർക്കാണുള്ളത്. ഇനി അത്തരത്തിൽ വോട്ട് ചോദിക്കാൻ വന്നാൽ സ്ത്രീകൾ ചാണകം മുക്കിയ ചൂലുകൊണ്ട് ഇവരുടെ മുഖത്തടിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം ആളുകളെ, ഞരമ്പ് രോഗികളെ നിയന്ത്രിക്കാൻ ബി.ജെ.പി നേതൃത്വം തയ്യാറാകണം.